ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മലബാർ പേപ്പർ ദോശയും മുട്ട റോസ്റ്റുമാണ്. കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ സാധാരണ എല്ലാ വീടുകളിലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ദോശ. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റി നന്നായി കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ കുതിരാൻ വെക്കണം. അങ്ങനെ കുതിർത്തെടുത്ത് വെച്ചതാണ് ഇത്. പച്ചരി ആയതുകൊണ്ട് 2 മണിക്കൂർ കുതിർത്താൽ മതിയാകും. ഇനി ദോശയ്ക്ക് ആവശ്യമായി 3 ടേബിൾ സ്പൂൺ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ, 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയൊരു സവാള അരിഞ്ഞതും എടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് കളഞ്ഞിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർക്കാം. അതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങയും 3 ടേബിൾ സ്പൂൺ ചോറും ചേർക്കാം. ഇനി അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചെടുത്ത മാവ് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ പുളിപ്പിച്ചെടുത്ത് ചുടുന്ന ദോശയല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് അരച്ച ഉടനെ തന്നെ ചുടുന്ന ദോശയാണ്. സാധാരണ ദോശമാവിന്റെ ഒരു പരുവത്തിലല്ല നമ്മൾക്ക് ഈ മാവ് വേണ്ടത്, നല്ല ലൂസ് ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല ലൂസ് ആയിട്ട് വേണം നമ്മൾക്ക് മാവ് വേണ്ടത്. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ എത്രത്തോളം ലൂസ് ആക്കണോ അത്രത്തോളം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾക്ക് പേപ്പർ ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ചൂടായ കല്ലിലേക്ക് നമ്മൾക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശ ചുടുന്നത് പോലെയല്ല, നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു മൂടി വെച്ചടച്ച് നമ്മൾക്ക് ദോശ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി മൂടി തുറന്നു നോക്കാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ ദോശ മറിച്ചിടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. നല്ല പേപ്പർ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ ദോശയും ചുട്ടെടുക്കാം. വളരെ തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പേപ്പർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്ത് പുറംഭാഗം ചെറുതായി ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 4 സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം.
ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട, ചെറുതായി ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറ്റിയെടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മൂടി അടച്ചു വെച്ച് ചെറുതീയിൽ തക്കാളി വേവുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മൂടി അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ആ മസാലയെല്ലാം മുട്ടയുടെ ഉള്ളിലേക്ക് കയറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് മൂടി ഓപ്പൺ ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ പേപ്പർ ദോശയും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.